അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ പലതരം പായസങ്ങൾ ഉണ്ടാക്കാനുണ്ടായിരുന്നു. എള്ളു പായസം ഉണ്ടാക്കാനുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഞാൻ കുറച്ച് ചെയ്തു വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കണ്ട തേങ്ങ ആദ്യം ഒരു തേങ്ങ എടുത്ത് ചിരവി എടുക്കുക. എള്ള് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന എള്ളാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് നേരെ വറുത്ത് വെച്ചേക്കുന്ന എള്ള് നേരെ തേങ്ങ ഇതും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇതാക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നേരെ അടപ്പത്ത് വെക്കുക. അടപ്പത്ത് ജസ്റ്റ് ചൂടായി വരുമ്പോൾ കുറച്ച് ശർക്കര ഉരുക്കിയതെടുത്താണ്ട് ഒഴിച്ചു കൊടുക്കുക. രണ്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് കൽക്കണ്ടം കൂടി വാരിയിട്ട് കഴിഞ്ഞാൽ അടിപൊളി എള്ള് പായസമായി. നമ്മൾ എള്ളുണ്ടൊക്കെ കഴിക്കാറില്ല കടയിൽ നിന്ന് വാങ്ങണം, അതേപോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നാളികേരം കൂടി ചേരുമ്പോൾ. അപ്പോൾ നമ്മുടെ കുറച്ച് പ്രോസസ്സ്, അതായത് എള്ളും നാളികേരം ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടപ്പത്തേറ്റ് റെഡിയാക്കും. ഓക്കെ, ബോയ്സ് നമ്മൾ അടപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമുക്ക് ശർക്കര കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. ലേശം അധികമായിട്ട് കട്ട ഉപ്പതായി ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ എള്ള് പായസം. നമുക്ക് കുറച്ച് കൽക്കണ്ടം കൂടി നല്ല ഇട്ട് കൊടുക്കാം. ലേശം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. സംഭവം കിടക്കും. അപ്പോൾ നമ്മുടെ എള്ള് പായസം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് എള്ള് പായസമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ. ഇത് അമ്പലത്തിൽ മാത്രം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എള്ള് പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിസ്സാര പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു നാളികേരം നമ്മൾ ചിരണ്ടി എടുക്കുക. എള്ള് നമ്മൾ വറുത്ത് വെക്കുക. എന്നിട്ട് നേരെ രണ്ടും കൂടെ മിക്സ് ചെയ്യുക. നേരെ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നേരെ അടപ്പത്ത് വെക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം തീ വെക്കരുത്, അടിക്കി പിടിക്കുക. എന്നിട്ട് നേരെ നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ആ നേരാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ട് ഇളക്കുക. ശർക്കര ഒന്ന് ഇതാവുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഫ് ചെയ്യുക. കുറച്ച് നെയ്യും കൽക്കണ്ടം ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പല പല വിഭവങ്ങളുമായി.